തിരുവനന്തപുരം ജില്ലയിലെ മണ്ഡലങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിച്ചു. ഇന്ന് രാവിലെ 8 മണിയോടുകൂടിയാണ് വിതരണം ആരംഭിച്ചത്. ഓരോ നിയോജക മണ്ഡലങ്ങൾക്കും വ്യത്യസ്ത കേന്ദ്രങ്ങളിലായിരുന്നു വിതരണത്തിനായുള്ള സജ്ജീകരണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തിരുവനന്തപുരം ജില്ലയിലെ വിവിധ തെരഞ്ഞെടുപ്പ് ബൂത്തുകളിലേക്കുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിച്ചു. ഇന്ന് രാവിലെ 8 മണിക്കായിരുന്നു വിതരണം തുടങ്ങിയത്. ഓരോ നിയോജക മണ്ഡലത്തിനും വേണ്ടിയുള്ള പോളിംഗ് സാമഗ്രികൾ വിവിധ കേന്ദ്രങ്ങളിലായി വ്യത്യസ്ത കൗണ്ടറുകളിലായിരുന്നു വിതരണം നടന്നത്. EVM മെഷീനോടൊപ്പം വോട്ടേഴ്സ് ലിസ്റ്റും മെഡിക്കൽ കിറ്റും ഡമ്മി ബാലറ്റും ഇങ്കും മെഴുകുതിരിയും മെഴുകുമടങ്ങുന്ന ഒരു കിറ്റും നൽകും. ചിട്ടയായ സജ്ജീകരണങ്ങളോടുകൂടിയായിരുന്നു പോളിംഗ് സാമഗ്രികളുടെ വിതരണം. മൊത്തം 150 ബൂത്തുകളാണുള്ളത്. അതിൽ ഏതാണ്ട് 18ഓളം കൗണ്ടറുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു കൗണ്ടറിൽ 10 മെഷീൻസ് എന്നുള്ള രീതിയിൽ. അതിന് മുമ്പ് ആദ്യമായിട്ട് ചെയ്യേണ്ടത് 18 കൗണ്ടറുകൾ അത് സെയിം തന്നെ ഫോംസിന് വേണ്ടിയിട്ട് ERO സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഫ്രണ്ട് ഇതിൽ തന്നെയാണ്. അത് കഴിയുമ്പോൾ അവിടുത്തെ ഫോംസ് എല്ലാം കളക്ട് ചെയ്ത് ഇവിടേക്ക് വരുമ്പോഴേക്കും നമ്മൾ അടുത്ത അവരുടെ സെയിം കൗണ്ടേഴ്സ് തന്നെയാണ് നമ്മളിവിടെ. അപ്പോൾ അവിടെ 18ാമത്തെ കൗണ്ടറിലാണെന്നുണ്ടെങ്കിൽ സെയിം അത് അവർക്ക് നേരെ 18ാമത്തെ കൗണ്ടറിലേക്ക് റിപ്പോർട്ട് ചെയ്താൽ മതിയാവും. അപ്പോൾ അങ്ങനെയുള്ള സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്. പിന്നെ പോളിംഗ് ഓഫീഷ്യൽസിൻ്റെ കുറച്ച് ഇതാണ് ഇപ്പോൾ നടക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ അവർക്ക് കുറേ പേര് ആക്സിഡൻറ്റ് പറ്റിയത് അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ കേസസ് ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് റിസർവിൽ നാളെ പോസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള കുറേ വിഷയങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റെന്തെങ്കിലും ഈ വരുന്നവർക്ക് മറ്റ് സജ്ജീകരണങ്ങൾ എന്തൊക്കെയാണ്, സൗകര്യങ്ങൾ? ഫുഡ് കോർട്ട് അതുണ്ട്. അവിടെ നിന്ന് വേണമെങ്കിൽ അവർക്ക് ഫുഡ് അവൈൽ ചെയ്യാവുന്നതാണ്. ചെറിയ റീസണബിൾ റേറ്റിലാണ് കുടുംബശ്രീ ചെയ്തിട്ടുണ്ട്, റേറ്റൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് അതവർക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ അവർക്ക് വേണമെങ്കിൽ റെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. അത്ര വേറെ കുഴപ്പങ്ങളും ഒന്നുമില്ല തൽക്കാലം. പോളിംഗ് ഉദ്യോഗസ്ഥരുടെ സഹായത്തിനായി 248 സെക്ടർ ഓഫീസർമാരുടെ സേവനവും ലഭ്യമാക്കിയിട്ടുണ്ട്. ആറ്റിങ്ങൽ, തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലങ്ങളിലായിട്ടുള്ള 14 നിയോജക മണ്ഡലങ്ങളിലെയും വിതരണ കേന്ദ്രങ്ങളിൽ അതത് നിയോജക മണ്ഡലങ്ങളിലെ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ തലത്തിൽ കൺട്രോൾ റൂമും പ്രവർത്തിപ്പിക്കുന്നു. പോളിംഗ് സാധനങ്ങൾ കൊണ്ടുപോകുന്നതിനായി ജില്ലയിൽ 645 വാഹനങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ വാഹനത്തിനും സായുധ പോലീസ് ഉദ്യോഗസ്ഥനെ സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുണ്ട്. ഒരു മാസക്കാലം നീണ്ടുനിന്ന പ്രചരണ പരിപാടികൾ അവസാനിച്ചു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സജ്ജീകരണങ്ങളും പൂർത്തിയായി. നാളെ കേരളം പോളിംഗ് ബൂത്തിലേക്ക്. ക്യാമറാമാൻ ചന്ദ്രൻ ആര്യനാടിനൊപ്പം അനന്തപത്മനാഭൻ, M5 ന്യൂസ്, തിരുവനന്തപുരം.